കായ്ക്കാത്ത മരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് നമുക്ക് റേക്കി കൊടുത്താൽ നന്നായിട്ട് കഴിച്ചു വരും. എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്തു. ചെയ്തോ, സീരിയസ്ലി ചെയ്തോ. വിളിക്കും ആളുകൾ, കൃഷിക്കാരൊക്കെ വീട്ടില് മറ്റേ മാവുണ്ട്, 10 വർഷമായിട്ട്. അത് ഈസിയാ. ഞാൻ ഒരു ചെടി എടുക്കട്ടെ, ഞാനിപ്പോ ഹീൽ ചെയ്ത് തരാം. രാഹുല് ഹീലിംഗ് നടക്കുന്നതിന് സംസാരിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ ചെടികൾക്കൊക്കെ ഹീൽ ചെയ്യും, അതിനോട് സംസാരിച്ചുകൊണ്ട് ഹീൽ ചെയ്യും. ദേവാലയത്തിലൊന്നല്ല, കൈ കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തിരിച്ചു വന്നു. എന്താണെന്ന് ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല. വന്നോട്ടെ, എന്റെ മനസ്സിൽ എന്താണ് കൈ കെട്ടി എന്താ പ്രശ്നം എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കും. പറഞ്ഞുതരും എന്താണ് കൈ കെട്ടി നിന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ശ്രുതി സീതാറാമാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് റേക്കി ഹീലിംഗ് ഒക്കെ? നന്നായി പോകുന്നുണ്ടോ? നന്നായി പോകുന്നുണ്ട്. ഈ റേക്കി ഹീലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പകർച്ചവ്യാധികളും അസുഖങ്ങളും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ഞമാസമാണ്, രാമായണ മാസമാണ്. അപ്പോൾ ഈ റേക്കി ഹീലിംഗ് ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാ? പോസിറ്റീവ് ഞാൻ നെഗറ്റീവ് എന്നൊരു ചോദ്യം ചോദിക്കാം. ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് ആരിലൊക്കെ റേക്കി ഹീലിംഗ് വർക്കൗട്ട് ആകാതിരിക്കും? എല്ലാവരിലും വർക്കാവും. ഏതവസ്ഥയിലും. അതിൽ നമ്മൾ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഒരു ഹീലർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2 എണ്ണം. ഒന്ന്, ഹെവി മെഷീനറീസ് യൂസ് ചെയ്യുമ്പോൾ കൊടുക്കരുത്, ഡ്രൈവ് ചെയ്യുമ്പോൾ കൊടുക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹീലിംഗ് സ്വീകരിക്കുന്ന സമയത്ത് ആ ഹീലിംഗ് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാത്രം ഈ നവജാത ശിശു മുതൽ മരണക്കിടക്കയിൽ ഫീറ്റസിന് വരെ കൊടുക്കാം. അതെങ്ങനെയാ പോസിബിൾ ആവുക? കാരണം അത് കോസ്മിക് എനർജി അല്ലേ. കോസ്മിക് എനർജി ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും വർക്കാവും. ചില ആളുകൾ പറയാറുണ്ടല്ലോ, രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ റേക്കി ഹീലിംഗ് ചെയ്യാൻ പാടില്ല. രോഗികൾക്കല്ല ഏറ്റവും കൂടുതൽ ഹീലിംഗ് കൊടുക്കുന്നേ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാരകമായ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ റേക്കി ഹീലിംഗ് പാടില്ല. അവർക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഈവൻ ഹീലർക്ക് അസുഖം ഉണ്ടെങ്കിൽ പോലും കൊടുക്കാം. കാരണം നമ്മളല്ല ചെയ്യുന്നത്, റേക്കി അല്ലേ. അപ്പൊ ഹീലറുടെ എനർജി അങ്ങോട്ടേക്ക് പാസ് ആവില്ലേ? ഹീലറിന്റെ എനർജി യൂസ് ആക്കുന്നില്ലല്ലോ നമ്മൾ. റേക്കി എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജി, നമ്മളൊരു ചാനൽ മാത്രമല്ലേ. ഞാനിപ്പോ സ്വാഭാവികമായും പറയാണ്, ഒരു എനർജി ഒരു ചാനലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചാനലിൻ്റെതായ എന്തെങ്കിലും ഒക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അതിനോടൊപ്പം ചേരുന്നേ. ഗുണങ്ങള്, അതായത് ഇപ്പം എനിക്ക് പനിയുണ്ടെന്ന് വിചാരിക്കാം, ഞാൻ പനിച്ചുകൊണ്ടാണ് വേറൊരാൾ ഹീൽ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഹീൽ ആകുന്നതിന്റെ കൂടെ എന്റെ ഫീവറും കൂടെ ക്ലിയർ ആയി പോകും. പനി അങ്ങോട്ട് പാസ്സാവില്ല. അങ്ങോട്ടേക്ക് പാസ്സാകുന്നു ഇല്ലാന്ന് മാത്രമല്ല, അയാളുടെ പ്രശ്നം എനിക്കും വരില്ല, ഞാനും ഹീലാവും അയാളും ഹീലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹീലർമാർക്കൊക്കെ അസുഖങ്ങൾ വരുന്നത്? എനിക്ക് അസുഖം വരുന്നില്ല, അങ്ങനെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. മാരകമായതോ ചെറുതായാലും നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് വരില്ല. അതെന്താണെന്നറിയോ, ഞങ്ങൾ പല ഹീലർമാരെ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ടല്ലോ, പനിയാണ്, മുട്ടുവേദനയാണ്, നടുവേദനയാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം, പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് അസുഖം വരില്ല. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് റേക്കി സാധന ചെയ്യണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ എനർജി വെച്ചിട്ടല്ലേ ഹീൽ ചെയ്യുന്നത്. അപ്പൊ ആ എനർജി വെച്ച് ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഹീലർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ലെവൽ, ഫസ്റ്റ് ലെവൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് 5 പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ റേക്കിയുടെ സാധനയാണ്. അതായത് റേക്കിയുടെ 5 തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ ഒരു ഹീലർ ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റേക്കി സാധനയും. സെക്കൻഡ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിർബന്ധം പഠിക്കുന്ന കാര്യമുണ്ട്, നമുക്ക് മന്ത്രങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് 4 മന്ത്രങ്ങൾ, അതിൽ 3 മന്ത്രങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഞാൻ പറയും. നമ്മൾ കേട്ടുകൊണ്ട് വരുന്നതന്നെ സുദർശന മന്ത്രം, ധന്വന്തരി മന്ത്രം, അതൊക്കെ നമ്മൾ യൂസ് ആക്കുന്നത് നല്ലതാണ്. റേക്കി എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ സിസ്റ്റം അല്ലല്ലോ, അവിടെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മന്ത്രങ്ങൾ വർക്കൗട്ട് ആവുക? അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റേക്കി എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തെയും ഉപയോഗിക്കാം. ഏത് കാര്യം പോസിറ്റീവായിട്ടുള്ള ഏത് എനർജി ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മളൊരാളെ ഹീൽ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഒരു ഹീലർക്ക് സരസ്വതി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടെങ്കിൽ അത് യൂസ് ആക്കിയാൽ അത് കൂടുതൽ എഫക്റ്റീവ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹീലറിന്റെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് കൊളാബ് ചെയ്തോളൂല്ല, പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതി. കാര്യം എന്താ വെച്ചാൽ ഒരു ഹീലറുടെ ശ്വാസത്തില്, നോട്ടത്തില്, സ്പർശനത്തില്, ശബ്ദത്തില് എല്ലാം ആ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട് എന്താണോ അതനുസരിച്ച് ഹീലിൽ മാറ്റം വരും. റേക്കി ഹീലിംഗ് ചെയ്യുന്ന ഒരാളാകട്ടെ പെണ്ണാകട്ടെ,
സ്വാഭാവികമായിട്ടും ഇയാൾ സ്ഥിരമായി റേക്കി ഹീലിംഗ് ചെയ്യുന്നു, റേക്കി പഠിപ്പിക്കുന്നു, ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി റേക്കി മാറ്റിയിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഇപ്പൊ എൻ്റെ അടുത്തിരിക്കുകയാണ് താങ്കൾ, ശ്രുതി എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സിലേക്ക് പോകാതെ തന്നെ താങ്കളിൽ നിന്നൊരു പോസിറ്റീവ് ഓറ ഞങ്ങൾക്ക് കിട്ടുമോ? ഇല്ല, ഞാൻ ലോക്ക് ചെയ്ത് വെക്കും. ഞാൻ ലോക്ക് ചെയ്ത് വെക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എനർജി നിങ്ങൾ കണ്ടോ വലിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഓക്കെ, അതെങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും? അത് ലോക്ക് ചെയ്യാം. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കണം, എന്താണ് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ ലോക്ക് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ മൈൻഡ് ത്രൂ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് വേണ്ടാത്ത ഒരു എനർജിയും ഞാൻ സ്വീകരിക്കില്ല, എന്നുള്ള ഒരു എനർജിയും സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് നമുക്ക് പേഴ്സൺസിനെ വെച്ചിട്ട് ഇൻറ്റൻഡ് ചെയ്യാം. ഇപ്പൊ രോഹിത്തിനെ ഞാൻ തരില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ രോഹിത്ത് എത്ര ശ്രമിച്ചാലും അത് കണക്ട് ചെയ്യാൻ കിട്ടത്തില്ല. അതേ സ്ഥാനത്ത് വേറൊരു വ്യക്തി എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് കുഴപ്പമില്ല, അവർക്ക് എടുക്കാൻ പറ്റും. ദെൻ പിന്നെ ഞാൻ ചെറിയൊരു കാര്യം പറയാം. ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ പറയില്ലേ കൈ കെട്ടി നിൽക്കരുത്, കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? ക്ഷേത്രത്തിലെന്നല്ല, ദേവാലയങ്ങളിൽ. ദേവാലയങ്ങളിലല്ല. ഞാൻ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ ഒരു ഇടതുപക്ഷ നേതാവിന്റെ കുറച്ച് PR വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ, ഞങ്ങളൊരു പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്നൊരു ഫോട്ടോ, ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി ഒരു പോസ്റ്റർ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് അയച്ചപ്പോൾ പുള്ളി ആ തിരക്കിനിടയിൽ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, ഈ ഫോട്ടോ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, ആർക്കും കൊടുക്കുകയും ചെയ്യല്ലേ. ഞാൻ എന്താ എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കൈ കെട്ടി നിൽക്കുന്ന ഫോട്ടോ, കൈ കെട്ടാൻ പാടില്ല, ദേവാലയത്തിലെന്നല്ല, കൈ കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. എന്താണെന്ന് ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല. വന്നോട്ടെ എന്റെ മനസ്സിൽ എന്താണ് കൈ കെട്ടി എന്താ പ്രശ്നം എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. പറഞ്ഞുതരും എന്താണ് കൈ കെട്ടി? കൈ കെട്ടി നിന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എനർജി ലോക്ക് ആവും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ കാല് ക്രോസ് ചെയ്തിരുന്ന നമ്മുടെ പോസിറ്റീവ് എനർജി അങ്ങോട്ടേക്ക് പോകത്തുമില്ല, ഒരാൾ അതാണ് അതിന്റെ പിന്നിൽ. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ കൈ കെട്ടി നിൽക്കരുത്, നമ്മൾ ഓപ്പൺ ആയിട്ട്, അതായത് റിസീവിംഗ് മോഡിൽ ഇരിക്കണം എന്ന് പറയും. തൊഴുത് പിടിക്കാം, അല്ലെങ്കിൽ റിസീവിംഗ് മോഡിൽ ഇരിക്കാം, കൈ താഴ്ത്തി വെക്കണം. അല്ലാണ്ട് മുദ്രകളൊന്നും വേണ്ട, കൈ താഴ്ത്തി വെച്ചാൽ മതി. അല്ലാണ്ട് നമ്മളിങ്ങനെ കൈ കെട്ടി നിൽക്കുമ്പോൾ ആ എനർജി അങ്ങോട്ട് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവും മീൻസ് അങ്ങോട്ട് പോകത്തില്ല, ഇങ്ങോട്ട് പോകും. അതിനൊരു ഒരു ബാരിയർ പോലെ അത് വരും. ഇത് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസ്, റെയിൽവേ സ്റ്റേഷൻ, ഹോസ്പിറ്റൽസ്, അവിടെയുള്ള എനർജി ഒന്നും അത്ര നല്ലതായിരിക്കില്ല. അറിയാലോ, ഹോസ്പിറ്റൽ എപ്പോഴും അസുഖങ്ങളും കരച്ചില്, മരിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ. ബാക്കിൽ കെട്ടുന്നാലും കുഴപ്പമില്ല, പക്ഷെ ഫ്രണ്ടിലാണ് നടക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ മൈൻഡ് ത്രൂ ബ്ലോക്ക് ചെയ്യുക. ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത് എത്ര വലിയ സിദ്ധന്മാരാണ്, എത്ര വലിയ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് കയ്യിൽ നിന്ന് പോകാറുണ്ട്. പുരാണങ്ങളിൽ പോലും ഉദാഹരണങ്ങൾ പലത് പറയാം. ഏത് രീതിയിൽ പോകാറുണ്ടോന്ന് ചോദിച്ചത്, ഈ എനർജി തടയാനും അല്ലെങ്കിൽ ആ ചിന്തകളെ മാറ്റി നിർത്താനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ചിന്തകളെ മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചത്, അതായത് നമ്മളിപ്പോൾ ഒരു ഹീലിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പ്രാധാന്യം അർഹിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഡെയിലി, അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആ എനർജി ഇൻവോക്ക് ചെയ്ത് പ്രൊട്ടക്ഷൻ ഇടാൻ പഠിപ്പിക്കും. ആ പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രൊട്ടക്ഷൻ, നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റും. ടച്ച് ചെയ്ത് നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും. നമ്മുടെ ഇവിടെ ഒരു, ഇപ്പം ഞാനിവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തട്ടില്ലേ, അതേപോലെ ഒരു എനർജി നമുക്ക് തട്ടും. പ്രൊട്ടക്ഷൻ ഇടുന്നതിന്റെ മെത്തേഡ് റേക്കി തന്നെയാണോ? റേക്കി വെച്ചിട്ട് എനർജി വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ഇടാം. ഓക്കെ, ഈ പ്രൊട്ടക്ഷനിൽ ബാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ഫുൾ നെഗറ്റീവുകളാണല്ലോ ചോദിക്കുന്നത്. അല്ലല്ല, കുഴപ്പമില്ല, അതിലെല്ലാം ഉണ്ട്. അതിൽ പറയുന്ന അഫർമേഷൻ തന്നെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും കുടുംബപരമായും സാമ്പത്തികമായും ഊർജ്ജപരമായും എന്നെ എല്ലാ രീതിയിലും പ്രൊട്ടക്ഷൻ ചെയ്തു തന്നതിന് താങ്ക് യു രേഖി എന്നാണ് അഫർമേഷൻ. വീട്ടിൽ വരക്കുണ്ടാവില്ല ഭർത്താവുമായിട്ട്, മക്കളുമായിട്ടോ, അച്ഛനമ്മമായിട്ടോ? സീതാരാമന്റെ കാര്യം അല്ല. ഓക്കെ, താങ്കൾ പെർഫെക്റ്റ് ആണല്ലോ. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ കുറ്റം നമ്മൾ പറയാൻ പാടായിരിക്കുമല്ലോ, മറ്റുള്ളവരുടെ കുറ്റം പറയാൻ. അപ്പൊ മറ്റുള്ളവരുടെ കാര്യമാണ് വിചാരിച്ചാൽ മതി. റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിൽ വഴക്കുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കുറയും. വഴക്ക് എന്നതിനേക്കാൾ ഉപരി പ്രതികൂല സാഹചര്യങ്ങൾ മാറി അനുകൂലമാകാൻ തുടങ്ങും. ഇപ്പം അടിപിടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മദ്യപിച്ച് വരുന്ന ഹസ്ബൻഡ്, കുട്ടികളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം,
അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം, അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതെല്ലാം പതിയെ 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 അനുകൂലമാവാൻ തുടങ്ങും. ഓക്കെ. നമ്മുടെ സറൗണ്ടിങ്സ് മൊത്തം നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാം. എനിക്കറിയാം താങ്കളുടെ വീട്ടിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളവരാണ്, ചേട്ടനൊക്കെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അന്നൊരിക്കൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയുടെ കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യമാണ് എന്ന് എടുത്തു പറയുന്നത്. അപ്പം പ്രപഞ്ചം പോലും നമുക്ക് അനുകൂലമായി വരും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഈ റേക്കി പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇപ്പൊ കൂടുതൽ റേക്കി ഹീലേഴ്സും ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വാസ്തുശാസ്ത്രാചാര്യൻ ഡോക്ടർ നിശാന്ത് തോപ്പിൽ സാർ വന്നപ്പോൾ ചോദിച്ചു, പുള്ളിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ ബാച്ചിലും 100 പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഇത്രയും പേരെ ഈ വാസ്തു പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടാൽ സാറിൻ്റെ ഒരു മാർക്കറ്റല്ലേ ഇടിയുന്നത്? അപ്പം ശ്രുതി ഒരാൾ വരികയാണ്, ഞാൻ പറയാണ് നിങ്ങൾ റേക്കി പഠിക്കൂ, അവർക്ക് താല്പര്യം വരുന്നത് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന ഹീലിംഗ്, ഒരു ഇൻകം, അതൊക്കെയല്ലേ അവിടെ കട്ടാവുന്നത്. ഈ പഠിപ്പിക്കുന്നതിനേക്കാൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ ലാഭം? ഞാൻ പഠിപ്പിക്കാനാണ് നോക്കുക. എന്തുകൊണ്ടാണത്? കാരണം എന്താ വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഗുരു പറഞ്ഞ അതേ കാര്യം ഞാൻ ഫോളോ ചെയ്യും. അതായത് അതിനോട് ഞാൻ യോജിക്കുകയാണ്. സാർ എപ്പോഴും പറയും ഒരു വീട്ടിൽ ഒരു റേക്കി ഹീലറെങ്കിലും വേണം. കാരണം ആ വീട്ടിലെ അന്തരീക്ഷത്തെ പോസിറ്റീവ് ആക്കാൻ അദ്ദേഹത്തിന് സാധിക്കും, ആർക്കാണെങ്കിലും, ആര് പഠിച്ചാലും. പക്ഷെ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് വലിയൊരു ഘടകമുണ്ടേ, അത് വേറെ കാര്യം. പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എനിക്കതിൽ ഇൻകം കുറയുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് വിധിച്ച എന്താണോ അത് എനിക്ക് യൂണിവേഴ്സ് തന്നിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നും ഓരോ ബാച്ച് കഴിയുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് എണ്ണം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരിക ചെയ്യുന്നത്. റേക്കി പഠിക്കാൻ ആർക്കൊക്കെ റേക്കി പഠിക്കാം? ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അതിൽ ഏറ്റവും എടുക്കാൻ പറ്റാത്തത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രഗ്നന്റ് ലേഡീസിനും എടുക്കാൻ പാടില്ല. ഡബിൾ സോളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രഗ്നന്റ് ലേഡീസ് റേക്കി ഹീലിംഗ് എടുക്കുക? ഹീലിംഗ് എടുക്കാമല്ലോ, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പേരെ നമുക്ക് ഹീൽ ചെയ്യാമല്ലോ. ഞാൻ 800 പേരെയൊക്കെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഹീൽ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടുണ്ട്. 800 പ്രശ്നങ്ങളല്ലേ? അതെ, ഹീലിംഗ് കൊടുക്കും. പല തരത്തിലുള്ള ഹീലിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ റേക്കി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ റിസീവിംഗ് മോഡ് ഓൺ ആക്കി ഇടണം നിർബന്ധമുണ്ടോ? എന്റെ ചോദ്യം, ഇപ്പോൾ രാഹുലിന് തലവേദനയും അവന് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് വെക്കാം. അപ്പോൾ ഞാൻ താങ്കളോട് പറയണേ നമ്മുടെ പയ്യനാണ്, അവന് പ്രശ്നമുണ്ടൊന്ന് ഹീൽ ചെയ്യണം, പക്ഷെ അവൻ അറിയാൻ പാടില്ല, അവൻ അറിഞ്ഞ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഹീലിംഗ് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. രാഹുൽ അറിയുന്നില്ലല്ലോ. എല്ലാവരും റിസീവ് മോഡ് ഓണാണ്. അതാണ് യുക്തിവാദികളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അവർക്കാണ് മൈൻഡ് ത്രൂ ഇങ്ങനത്തെ ഒരു എനർജി ഇല്ല, ഒരു എനർജിയും ഇല്ല, നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉള്ളൂ എന്ന രീതിയിൽ നിൽക്കുന്നത്. അവർ പോലും സബ് കോൺഷ്യസ് എന്താ പറയുക, ഏതെങ്കിലും വഴിയിൽ പറയാന്ന് വെച്ചാൽ റിസീവിങ് മോഡ് ഓൺ. കാരണം ഇത് കോസ്മിക് എനർജിയാ. നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു സുപ്രീം പവർ എന്ന് വിളിക്കുന്നില്ലേ, ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ ഡിവൈൻ എനർജി. ഇപ്പൊ ഈ പറയുന്ന യുക്തിവാദികൾ ശ്വസിക്കുന്നില്ലേ, നമ്മൾ ശ്വസിക്കുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവരുടെ കൈമുറിഞ്ഞാലും ചോര വരും, നമ്മുടെ കൈമുറിഞ്ഞാലും ചോര, രണ്ടും റെഡ് എന്നല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. യുക്തിവാദിക്ക് ബ്ലഡ് വേണമെങ്കിലും കൊടുക്കണം, അല്ലാത്തവനും കൊടുക്കണം, എല്ലാം ഒരുപോലെ. മൈൻഡാണ് പ്രശ്നം. വലിയ പ്രശ്നമാണ് അത് തന്നെ. മൈൻഡാണ് എല്ലാത്തിന്റെയും പ്രശ്നത്തിന്റെയും കാരണം എന്ന് വേണമെങ്കിൽ പറയാം. കുറെ നമ്മുടെ മനസ്സ് ശരിയായ തന്നെ പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ചിന്തിച്ചിട്ട് അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പ്രശ്നമുണ്ടോ, എനിക്ക് പ്രശ്നം വരുമോ, എനിക്ക് പ്രശ്നം, എന്നിട്ട് ഹീലിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് അത്. അതായത് കുറച്ച് ദിവസം മുന്നേ കൂടി എന്നെ ഒരു ചേച്ചി വിളിച്ചായിരുന്നു. ചേച്ചിയുടെ പ്രശ്നം മോനോട് ഓവർ അറ്റാച്ച്മെന്റാണ്. അവനാണെങ്കിൽ കോളേജിൽ പറന്ന് നടക്കുന്ന പ്രായം. ആ കുട്ടി ബൈക്കിൽ പോകുന്ന സമയത്ത് ഓരോ 2 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ഇവർ വിളിച്ചുകൊണ്ടിരിക്കും, നീ ഓക്കെ ആണോ, നീ ഓക്കെ. അതല്ലേ അവൻ്റെ ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ്. ഓടിച്ചുകൊണ്ടിരിക്കും, ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ നിങ്ങൾ അതെനിക്ക് ടെൻഷനായി, എൻ്റെ വണ്ടി എടുത്ത് പോയി എനിക്ക് പേടി, അവൻ കോളേജിൽ എത്തിയോന്ന് പേടി, അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടോ എന്ന് പേടി, തിരിച്ചു വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ആയിപ്പോയി. ഇതിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ തന്നെ ഈ ഇറിറ്റേഷൻ കൊണ്ട് ചെറുക്കൻ തല എരിഞ്ഞു പോകും. സത്യമല്ലേ? പിന്നെ ഇവർ ചിന്തിക്കുന്നത് ഓൾറെഡി നമുക്ക് ടെൻഷൻ, ഇമോഷണലി നമ്മൾ ഡൗൺ ആണെങ്കിൽ നമ്മുടെ സോളിൻ്റെ വൈബ്രേഷൻ ഡൗൺ ആയിരിക്കും. അവരുടെ തോട്ട് പ്രോസസ്സ് നെഗറ്റീവായിരിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവരുടെ മാനിഫെസ്റ്റേഷൻ നെഗറ്റീവിലേക്ക് വേഗം ക്യാച്ച് ചെയ്യും. ദെൻ ചിന്തിച്ചിട്ട് ആ ചെറുക്കന് പണിയും കിട്ടും. ഈ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന്, ഗ്രൂപ്പായി ഹീൽ ചെയ്ത് അവരറിയാതെ അവരുടെ ചിന്തകളെ നമുക്ക് മാറ്റാൻ പറ്റും, പോസിറ്റീവ് ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ കമ്പനികളിൽ, കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ സ്റ്റാഫുകൾക്കൊക്കെ ഈ ഹീലിംഗ് കൊടുത്താൽ അവർ വർക്ക് മോഡിലേക്ക് അവർക്കുള്ളിൽ നെഗറ്റിവിറ്റീസൊക്കെ മാറ്റി അങ്ങനെ അത് വർക്കൗട്ട് ആവുമോ? എന്തിനു വേണമെങ്കിലും. അതെന്താ വെച്ചാൽ ഒരു ഹീലറിൻ്റെ കപ്പാസിറ്റി, ഹീലറുടെ കഴിവാണ്.
ഞാൻ എന്ത് ഇൻറ്റൻറ്റ് ചെയ്യുന്നു. ഇപ്പം ഈ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കാം. 10 പേരും നല്ല ഹൈ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കുന്ന ഞാൻ ഈ സ്പോട്ടിൽ ഇൻറ്റൻറ്റ് ചെയ്ത് ഹീലിംഗ് കൊടുത്താൽ 10 പേരും കൂടി ഈ സ്ഥാപനം സക്സസ് ആക്കും. ഓക്കെ, മനസ്സിലായോ? അത് ഒരു ഹീലർ ഇത് കഴിഞ്ഞ എനിക്ക് മനസ്സിലായോ? ഇതിനല്ല, അതിന് 140 പേരെ ഹീൽ ചെയ്യണം. ഓക്കെ, അവർ ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. 140 പേരെ ഹീൽ ചെയ്യണം. കമന്റ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആദ്യമേ പറയാണ്. അല്ല, എന്റെ ഗ്രൂപ്പ് ഹീലിംഗ് അറ്റൻഡ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ അറ്റൻഡ് ചെയ്യൊന്നുമില്ല, പറഞ്ഞാൽ വരുമൊന്നുമില്ല. ഇവര് നന്നാവേണ്ടുന്നത് ശ്രുതിയുടെയും എന്റെയും നാടിന്റെ ആവശ്യമായി. നിയമസഭയിലുള്ള 140 പേരെ ഒന്ന് ഹീൽ ചെയ്യണം, നേർവഴിക്ക് പോലെ. മോശക്കാരാണെന്നല്ല, മനസ്സിലായി. അതൊക്കെ സാധ്യമാണോ? സാധ്യമാണ്. തമാശയായിട്ട് ഞാൻ കൊടുക്കാം, നമുക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ഞാൻ അറിയാൻ വേണ്ടി. എന്റെ ഒരു ജിജ്ഞാസയാണ്, അവരറിയാതെ എങ്ങനെയാണ് കൊടുക്കാം. പറ്റും. പക്ഷെ ഇതൊന്നും പലരും പബ്ലിക്കായിട്ട് പറയില്ല എന്നുള്ളതാ കുറെയൊക്കെ പേടിയാണ്. ഓക്കെ, അതെ, നമ്മള് ചില സിനിമകളിലൊക്കെ ഇപ്പം സൂര്യയുടെ ഏതോ ഒരു പടത്തില് ഒരു ചൈനക്കാരൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഏഴാ നമുക്ക് 3rd ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്, നോക്കിയിട്ട് ഇന്റന്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി. ഏക്കിയിലുണ്ടത് കണ്ണുകൾ കൊണ്ട് മാറ്റാം. കണ്ണു കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരാളെ ഹീൽ ചെയ്യാം. ടെററാക്കാനും ശാന്തമാക്കാനും ഒക്കെ ടെററാക്കരുത്. പറ്റും. ടെററാക്കുന്ന എന്തിനാ? നമ്മള് ഡിവൈൻ എനർജി എന്ന് പറഞ്ഞത് സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നാണയത്തിന് എപ്പോഴും 2 വശങ്ങളുണ്ട്. രേഖി ഒന്നിനെയും നെഗറ്റീവായിട്ട് കൊണ്ടുപോകുന്ന ഒന്നല്ല. അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് പറയാൻ അങ്ങനെ പറയാൻ ഇഷ്ടമല്ല എന്നുള്ളതല്ലേ? ഇപ്പൊ ആണവോർജം കണ്ടെത്തിയപ്പോ ലോകനന്മയ്ക്ക് വേണ്ടിയാണ് കണ്ടെത്തിയത്. മനുഷ്യനെ ഇതെടുത്ത് ഉപയോഗിച്ചത് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണ് എന്ന് പറയുന്ന പോലെ ഈ റേക്കി ഹീലിംഗ് കൊണ്ട് ഒരാളെ ശാന്തനാക്കാൻ പറ്റും, ചൂടാക്കാൻ പറ്റില്ല. അതായത് പറ്റില്ല, ഇല്ല, നെഗറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കില്ല. ഇപ്പൊ റേക്കി പഠിച്ചു, ഇപ്പൊ ഞാൻ റേക്കി പഠിച്ചു, എനിക്ക് 2-3 ശത്രുക്കളുണ്ട്, അവന്മാർക്ക് 2 പണി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് റേക്കി കൊടുത്താൽ അത് വർക്കാവില്ല. കാരണം ഇത് പോസിറ്റീവായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന എനർജിയാണ്. അതെന്താ പറ്റാത്തതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഇതൊന്ന് പഠിക്കണം. അത് ഡിവൈൻ എനർജിയാണ്. ഡിവൈൻ എനർജി ആയതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് മാത്രം എല്ലാത്തിലും വർക്കാവുന്നത്. നമുക്ക് എന്തിലും കൊടുക്കാം. ഈ കാണുന്ന ചെടികളിൽ നമുക്ക് കൊടുക്കാം, പൂക്കളിൽ കൊടുക്കാം, ഇപ്പം കായ്ക്കാത്ത മരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് നമുക്ക് റേക്കി കൊടുത്താൽ നന്നായിട്ട് കായ്ച്ചു വരും. എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്തു. ഞാൻ അവരിങ്ങനെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങൾ ഇതിൽ ചെയ്യും, അതിൽ ചെയ്യും. കാരണം ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവർക്ക് ഈ റിസൾട്ട് കിട്ടും, ഇവർ കോൺഫിഡൻ്റ് ആവും. ഞങ്ങൾക്ക് തമ്പനയിൽ കിട്ടി, ചെയ്തോ, സീരിയസ്ലി ചെയ്തോ. വിളിക്കും ആളുകൾ, കൃഷിക്കാരൊക്കെ വീട്ടില് മറ്റേ മാവുണ്ട്, 10 വർഷമായിട്ട്. അത് ഈസിയാ. ഒരു മനുഷ്യനെ ഹീൽ ചെയ്യുന്നതിന് എത്രയോ എളുപ്പമാണ് മരങ്ങൾ ചെയ്യുന്നത്. ഈസിയാണത്. ഇപ്പൊ മറ്റേ ബഡ് ചെയ്ത് 12 മരം വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് വേണ്ട, നമ്മൾ ഹീൽ ചെയ്ത് മാറ്റും. അങ്ങനെയല്ല, അതാ ചെയ്തോട്ടെ. നമ്മൾ എന്തിനാ വേറെ ആളുടെ ഇതുവരെ ആരും കേൾക്കാതെ പറയാത്തൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾക്കൊക്കെ രേഖി കൊടുക്കാം. അത് മിക്ക ടീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഞാൻ സ്റ്റുഡൻസിനോട് നിങ്ങൾ ചെയ്തു നോക്ക്, ഒരു റിസൾട്ടും പറയും എൻ്റെ അടുത്ത്. ചെയ്തു, ശരിയാണ്. എത്ര ദിവസം കൊണ്ട് ഇത് ഇതാവും? കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെയാണ് പെട്ടെന്ന് ഫലം വരും. മരങ്ങൾ വലുതല്ലേ. ഇപ്പൊ മാവൊക്കെ പൂക്കണ്ടിക്കൽ ഇതുവരെ പൂക്കാത്ത മാവ് ആ സീസൺ ടൈം മാവ് പൂക്കും. ഞാൻ ഒരു ചെടി എടുക്കട്ടെ, അടുത്തോണ്ട് വാ, ഞാനിപ്പോ വേണേ ഹീൽ ചെയ്ത് തരാം. രാഹുലെ, കൈ വെക്കണമെന്നില്ല ശരിക്കും, നമ്മൾ കൈ വെക്കാൻ തന്നെ അതിലേക്ക് പോകും. ഈ ഹീലിംഗ് നടക്കുന്നതിന് സംസാരിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ ചെടികൾക്കൊക്കെ ഹീൽ ചെയ്യും, അതിനോട് സംസാരിച്ചുകൊണ്ട് ഹീൽ ചെയ്യും. ചെടികളോട് എന്താ സംസാരിക്കാൻ പറ്റും? ചെടികളോട് എന്തൊക്കെ സംസാരിക്കാം, എന്തൊക്കെ സംസാരിക്കാം. 2 ദിവസം കൊണ്ട് നന്നാവുന്നുള്ളതാണ്. നല്ല നനവാണ്, വെള്ളം കൂടിയിട്ടാണ് വെള്ളം ഒഴിക്കാനോ 3 days കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. ഓവറായിട്ട് വെള്ളം ഒഴിക്കണം. ഇതിപ്പം ഹീൽ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കണോ? വേണ്ട, അതിന് 2 days കഴിഞ്ഞിട്ട് നനച്ചാൽ മതി. അതിന് നല്ല വെള്ളം ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. എന്തായാലും ഇത് ഹീൽ ചെയ്ത ചെടിയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഇത് തിരിച്ച് കിളിച്ചു വരുന്നത്. ഇത് ഞങ്ങളുടെ ഫ്രെയിമിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ഡേറ്റ് സമയമൊന്നും അറിയാൻ വഴിയില്ല, ക്ലോക്ക് ഓടുന്നുമില്ല. എങ്കിലും ഞാനത് ക്ലോക്ക് ഓടുന്നുമില്ല ബാക്കില്. എന്റെ വാച്ച് ഓടത്തില്ല. 6:20 ആദ്യം എടുത്ത മാറ്റം കേട്ടോ. ഓടാത്ത സാധനം വെക്കാതിരിക്കൂ. അങ്ങനെയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം നോക്കി ജോലി ചെയ്യുന്നവരല്ല ഞങ്ങളാരും. ഞാൻ അതിനകത്ത് ബാറ്ററി മേടിച്ചിട്ടാണ് എന്റെ പിള്ളേരെ എടുത്ത് കളയും. അവർക്ക് സമയം നോക്കി ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല. രാഹുലേ,